എല്ലാവർക്കും നമസ്കാരം. എന്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ ജന്യ. ഇന്നെന്താ ഇയാൾ FM-ൽ സംസാരിക്കുകയാണെന്ന് ആലോചിക്കുകയാണോ? ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഞാനൊരു കഥ പറയാൻ വന്നതാണ്. നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ കഥ എന്താണെന്ന് വെച്ചാൽ, മൺഡേ ടു ഫ്രൈഡേ എല്ലാം യങ്സ്റ്റേഴ്സ് അവർ അവരുടെ വർക്കിന്റെ ടെൻഷനിലാണ്. പക്ഷേ വീക്കെൻഡിന്റെ അന്ന് പബ്ബിലും ബാറിലും DJ-ക്കും പോയി അടിച്ചു പൊളിക്കും. ഇതുപോലെയാണ് ഈ പടത്തിൽ വരുന്ന ഹീറോയും അയാളുടെ ഫ്രണ്ട്സും. എന്തോ പബ്ബ്, ബാറ്, DJ അത്രേ. എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. വരൂ. ഇവനാണ് ബബ്ലു. കണ്ടിട്ടൊരു ഭീകരരൂപിയെ പോലെയില്ലേ? പക്ഷേ ആള് വെറും പഞ്ചപാവുക. പിന്നീട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിക്കോളും. ബബ്ലു അലൈസ് പുക്ലു, ഇതാണ് ഇവന്റെ നിക് നെയിം. ബബ്ലുവിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ബബ്ലി ഉണ്ട്. കാണാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവള് ഭയങ്കര ബോൾഡാണ്. ഇവള് ബബ്ലുവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. പാവം ബബ്ലു. എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കാതടി, വേദനിക്കുന്നു. എന്ത് പറ്റി? വയറ് മുത്തേ, വയറ്. ഇത് രാകേഷ് അലിയാസ് റോക്കി. ഇവന്റെ മുഖം എപ്പോഴും ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെയാ. ഇവരുടെ പേര് പെപ്പർ ആൻഡ് സാൾട്ട് എന്നാണ്. ഇവളുടെ പേരാണ് വേദ, ഈ കഥയിലെ ഹീറോയിൻ. ഇവളുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് വരാത്തെന്നറിയോ? എന്തോ റെക്കോർഡിംഗെന്നും റീറെക്കോർഡിംഗെന്നും എപ്പോഴും ബിസി ആയിരിക്കും. പക്ഷേ വരും. അവൻ ഈ മൂവിയുടെ ഹീറോ ആയിട്ട് വരും. ഇവനാണ് ഈ കഥയിലെ ഹീറോ, കാർത്തിക് കല്യാൺ. കാർത്തിക് വേദയോട് ഓൾറെഡി ലവ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വേദയാണെങ്കിൽ അവളുടെ ലവ് പുറത്തു കാണിക്കാതെ മനസ്സിലിട്ട് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. പറയോ എന്തോ. വരൂ, നിങ്ങൾ തന്നെ കാണൂ. സോറി വേദ, വന്നിട്ട് കുറെ നേരമായോ? അതെ. അയ്യോ, അത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം? അയ്യോ, ഈ ഇരുട്ടിൽ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ? ഒന്നുമില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ. സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കുന്നോ? എനിക്കൊന്നും വേണ്ട. അത് എനിക്ക് പിന്നെ നിനക്ക് പിന്നെ ഒരു കാര്യം. മടിക്കാതെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അത് തന്നെയാ ഞാൻ നിങ്ങളുടെ അടുത്ത്. നീ എന്റെ അടുത്ത്? നിങ്ങളുടെ അടുത്ത്. എന്റെ അടുത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു ചാൻസ് കിട്ടിയതും തന്നെ. എല്ലാം നീ ഒറ്റ കാരണോ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. കൈ കിട്ടിയിട്ടാ. എന്താടാ പറ്റിയത് നിനക്ക്? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്, ഇതുപോലെയുള്ള പാട്ടൊന്നും ഇടരുതെന്ന്. തലനാരിഴിക്കല്ലേ രക്ഷപ്പെട്ടത്. എന്താടാ? എന്റെ ബോഡിയിലുള്ള പാർട്സ് ഒക്കെ മുഴുവൻ ഇളകിപ്പോയടേ. അവളുടെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നടാ ഞാൻ. അതെന്റെ മച്ചാനെ, അതായത് ഡിസ്കോ എഫക്ട് കിട്ടാൻ വേണ്ടി ഡിസ്കോ ലൈറ്റ് ഇട്ടിരിക്കുക, സ്മോക്ക് കിട്ടാൻ വേണ്ടി അഗർബത്തി കത്തിച്ചു വെച്ചിരിക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ എഫക്ട്? എടാ, ലൈറ്റ് ഓഫ് ചെയ്ത ഡിസ്കോ താവൂടാ ഈ വീട്. ഇതുപോലെയൊക്കെ ചെയ്താൽ ഞാനൊന്നും വരില്ല. എനിക്ക് ഇതേപോലെ തന്നെ ഓരോ ആഴ്ചയും വീട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു പറഞ്ഞ് മതിയായി പോയടാ. എടാ, നാളെ സാറ്റർഡേ, അത് കഴിഞ്ഞാ മറ്റന്നാ സൺഡേ. അടുത്തൊരു സ്ഥലത്താണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്. നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. എന്ത് പറയുന്നു? റൂം സ്റ്റേയോ? അടുത്ത സ്ഥലത്തോ? അതെന്താ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ പറഞ്ഞില്ലേ. ശരി, ഇപ്പൊ നമുക്ക് പോയാലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങള് രണ്ടുപേരും. ഞങ്ങളൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവള് ഞങ്ങളുടെ കൂടെ അങ്ങ് പോന്നോളൂ. ഓ, ഓക്കെ ഓക്കെ. എന്റെ പാർട്ട്ണർ എപ്പോഴും റെഡിയാ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. കൈ മാറ്റണം.
കാർത്തി, അവിടെ ഒരാൾ പോകുന്നില്ല. അയാളുടെ അടുത്തൊന്ന് വണ്ടി നിർത്തിയേ. ആ ശരി, നിർത്താം. ഹലോ, അടുത്തുള്ള റിസോർട്ടിലേക്ക് എങ്ങനെയാ പോണ്ടത്? ഏയ്, ഏയ്, ദാ. ഒന്ന് മിണ്ടായിരിക്കും. ഇപ്പൊ നീ എന്തിനാണ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അവനെ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാ നിലവിളിച്ചത്. അതുകൊണ്ട് അവള് നിന്നെ എപ്പം നോക്കിയാലും ബബ്ലു ഗിബ്ലു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ രാഖി, ഈ ഹോം സ്റ്റേയിലേക്കുള്ള വഴി നിനക്കറിയില്ലേ? അല്ലല്ല, ഞാനിവിടെ നിന്ന് കുറെ വർഷമായില്ലേ, അതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നത്. എല്ലാം എന്റെ അച്ഛന്റെ തന്നെയാണ്. ഐ തിങ്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തുന്നു തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പോവാം. പുറത്തേക്ക് വാ, ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സ്റ്റേ. ഒരു വിധത്തിലെത്തി. വാവ് മച്ചാനെ, ഓൾഡ് ഈസ് ഗോൾഡ്. വാവ്, സൂപ്പർ. ഈ വീട് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു അല്ലടാ? ആ യെസ്. എനിക്കെന്തോ ഇതൊരു 100 ഹൗസ് പോലെയാ തോന്നുന്നത്. എടാ, എത്ര ഓ, ഇവര് തുടങ്ങി കഴിഞ്ഞു. നീ ഒന്നും നേരെ ആവില്ലടാ. എടാ രാകേഷ്, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ അടുത്ത് എവിടെങ്ങാനും ഉണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പോയി നോക്കിട്ട് വരാം. ഡാ, എന്തിനാണ് അങ്ങനെ കിടന്ന് കാറുന്നേ? എന്തിനാണ് പേടിപ്പിക്കുന്നത്? താഴെ ഇറങ്ങ. എന്തിനാണ് ഒച്ച ഉണ്ടാക്കുന്നത്? ഇവരെല്ലാം കൂടെ നിലവിളിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നിലവിളിച്ചു. ഡോ, അവിടെ അഡ്രസ് വെച്ചപ്പോ നീ ഓടി. ഇപ്പൊ താൻ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ അത് ചോദിക്കാനാ വന്നേ. നിങ്ങൾ എന്താ ഇവിടെ വന്നേ? ഹലോ, ഞങ്ങൾ ഈ ഹോം സ്റ്റേയിലേക്ക് വന്നതാ. ഞാൻ ഈ വീട്ടിലെ വാച്ച്മാൻ ആണെന്ന് അറിയില്ലേ? എന്നാ ലഗേജ് ഒക്കെ എടുത്തോണ്ട് വാ. ദാ വാടാ പോവാം. രാവിലെ തന്നെ മനുഷ്യൻ മേനൊക്കെ. കാലത്ത് തന്നെ ഇവനെ കണ്ട് പേടിച്ചല്ലോ. എങ്ങനെയുണ്ട് കാർത്തി? വാവ്, ഫാന്റാസ്റ്റിക് മച്ചാനെ. പൊള്ളിയായിട്ടുണ്ട് മച്ചാനെ. ബബ്ലു, എങ്ങനെയുണ്ടാ? പേടിയാവുന്നു. എപ്പോ നോക്കിയാലും പേപ്പർ വായിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ശരി, വാ, നമുക്ക് അവിടെ പോയി നോക്കാം. എടാ കാർത്തി, ഈ വീട് കാണുമ്പോ എനിക്ക് എന്തോ പേടിയാവുന്നടാ. പറയുന്ന കേക്കടാ, നമുക്ക് തിരിച്ചു പോയേക്കാവടാ. ഡാ, ഇപ്പൊ കേറി വന്നല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നേ. രാഖി, പ്ലേസ് അടിപൊളിയാണ്. ഞാൻ നിങ്ങളുടെ വിചാരിച്ചു ഇതാണ്. അപ്പൊ 1 വീക്ക് ഇവിടെ തന്നെയല്ലേ? ഒരാഴ്ചയോ? അതെ. ഇവിടെ തന്നെ ഇത്രയും വിഷമിക്കുന്നത്. വിട്ടേക്കടാ, അവൾ അങ്ങനെ പറയൂ. ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിയിട്ട് പിന്നെ ഇഷ്ടപ്പെടാതെ ഇതെന്താ പാവം തനി ചാടിക്കൊണ്ടിരിക്കുന്നത്? എന്താന്ന് ചെന്ന് നോക്കാം. അത് ശരി. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അതൊക്കെ. അത് ശരി, കളിപ്പാവയായിരുന്നോ? ഓഹോ, വലിയൊരു കുടുംബമാണല്ലോ ഇത്. ബിഗ് ഫാമിലി. ഇതെന്തോന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്? വേണ്ട, നിലവിളിച്ച എല്ലാവരും ചേർന്ന് നിലവിളിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ബബ്ലി, ബബ്ലി. എന്താടാ വോയിസ് ഡിഫറെന്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ? എന്താന്നറിയില്ലല്ലോ. ഇവിടെ വന്നപ്പോ തൊട്ട് അവൻ ആകെ ഒരു മാറ്റം. അവൻ വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ലി വിളിക്കുന്നില്ലേ? വരുന്നു. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. എത്ര സ്വീറ്റ് ആയിട്ട് അവൻ വിളിച്ചത് അല്ലേ വേദ? ഞാൻ നിലവിളിക്കും. എന്നാ നോക്കാം. എടാ നിർത്ത്. എന്തുണ്ടായെന്ന് പറ. അവിടെ അവിടെ ഒന്നുമില്ലല്ലോ. അവിടെ എടാ, അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലടാ മച്ചു, അവിടെ ഉണ്ടായിരുന്നടാ. അങ്ങോട്ട് ഓടിപ്പോയി. ഇവര് രണ്ടുപേരും കൊണ്ട് തോറ്റു. അവിടെ ആരും ഇല്ലല്ലോ. ശരി വാ, കേറി നോക്കാം.
മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്തായാലും പോയി നോക്കാം. ഇവിടൊന്നും ഇല്ലല്ലോ. ആ, ഡാ, മച്ചാനെ, അവിടെ എന്തോ ഉണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ വാ. സൂക്ഷിച്ച് സൈലന്റ് ആയിട്ട് വരണം. ഡാ, ആരെടാ അവൻ? ഡാ, ആരടാ നീ ഇങ്ങ് വന്നേ. മാസ്ക് എടുത്ത് മാറ്റാ. മാറ്റാൻ. രാഖി, ഇവനാള് കൊള്ളാലോ. താൻ ആരെന്ന് പറയടോ? പൈൽവാനോ? മേനോനാണോ? അയ്യോ സാറേ, അയാൾക്ക് മാനേജർ എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് സംസാരിക്കാൻ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്. കുറച്ചൊന്നും അല്ല, നല്ല പോലുണ്ട്. അല്ല, ഇതെന്തോന്ന് ഗെറ്റപ്പാ? നമ്മുടെ ഹോം സ്റ്റേക്ക് വരുന്നവരെല്ലാം ഇങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത്. എന്താടാ രാഖി, ഈ ഹോം സ്റ്റേയിൽ എല്ലാരും ഇങ്ങനെയാ? വാച്ച്മാന്റെ കോലം കണ്ടില്ലേ? ഇവനെ കണ്ടിട്ടും വട്ടന്റെ ലുക്കുണ്ട്. അപ്പൊ ആഹാരം എങ്ങനെ? ആ കുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അതെ സാർ. ഓ, വരട്ടെ വരട്ടെ. ഒരേ ഒരു സിഗരറ്റ് ഉണ്ടേ ഒന്ന് കൊടറേ. സിഗരറ്റ് വേണോ? അതല്ല സാറേ, സിമ്രൻ. ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വരൂ വരൂ. പാവം, കഷ്ടം തന്നെ. സിമ്രൻ, സിമ്രൻ. വരുന്നു. അല്ല, ഇയാള് പറയുന്നത് ഇനി സിനിമാ നടി സിമ്രാനാണോ എന്തോ? ഇവര് നമ്മുടെ ഗസ്റ്റ് ആണ് കേട്ടോ. ഇവര് നമ്മുടെ കുക്കാണ് സിമ്രൻ. നമസ്കാരം. നമസ്കാരം. എല്ലാരും വെജ് ആണോ അതോ നോൺ വെജ് ആണോ? രണ്ടും കഴിക്കും ഞങ്ങൾ. കിട്ടിയതെന്ത് കഴിക്കും. നോൺ വെജില് നല്ല എരിവിടണം കേട്ടോ. ആ ഇടാം. ഗേൾസ് എല്ലാം ബി ബ്ലോക്കിലേക്ക്, ബോയ്സ് എല്ലാം സിമ്രന്റെ കൂടെ കിടക്കാൻ പറയാണോ? ബോയ്സ് എല്ലാം സി ബ്ലോക്കിലേക്ക് പോയിക്കോളൂ. എല്ലാരും ചെന്ന് ലഗേജ് എടുത്തോണ്ട് വരൂ. ആ, ഞാൻ പോയി ലഗേജ് ഒക്കെ എടുത്തോണ്ട് വരാം കേട്ടോ. ഓക്കെ. ഞാനും വരുന്നുണ്ട്. അത് അത് ഒന്നുമില്ല കേട്ടോ. എന്താ വേണ്ടേ? നാണിക്കണ്ട, പറഞ്ഞോ. തന്റെ പേര് ശരിക്കും കൊള്ളാട്ടോ. നല്ല പേരാ സിമ്രൻ. ആ, അതെയോ? തന്നെ കാണാനും ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ നല്ല സുന്ദരികളാ. നിങ്ങളാണെങ്കി എന്നെ സുന്ദരി എന്ന് പറയുന്നല്ലോ. മോഡേൺ കോസ്റ്റ്യൂം ധരിച്ചാ ആര് കാണാനും നന്നായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. താനും ആ മോഡേൺ ഡ്രസ് ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ. ചീ, അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര നാണാ. ഒരു പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്ക്, പിന്നെ നാണമൊന്നും ഉണ്ടാവില്ലെന്നേ. അതെയോ? Don't shout, don't shout. Why are you shouting? No. Why are you crying? Why are you crying? Why? എന്താ എന്താ പറ്റിയേ? ഇയാള് ഞാനിവിടെ നിക്കുമ്പോ എന്റെ പുറകില്. ഏയ്, താനെന്തോടെ ഇവിടെ ചെയ്യുന്നേ? Just ടവൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പെണ്ണുങ്ങളുള്ളടത്ത് നിന്നോടാണ് കയറി വരാൻ പറഞ്ഞത്. ഏയ്, വാടങ്ങോട്ട്. ടെൻഷൻ ആവാതിരിക്കടാ. ഡോ, പുറത്തു പോടോ. ടവലൊക്കെ മറക്കാതെ എടുത്തോണ്ട് വരണ്ടല്ലേ. ഇതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ ശരിയല്ലെന്ന്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ബബ്ലു, ഇന്നെന്റെ ഡാർലിങ്ങിന്റെ ബർത്ത്ഡേടാ. ഇന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്തിട്ട് നാളെ കാലത്ത് നമുക്ക് പോവാം. എന്താണോ വെച്ചാണ്? എന്തോന്ന് സെലിബ്രേഷൻ ആണോ ചെയ്യാൻ പോകുന്നത്? എന്റെ വിഷമം ഞാൻ ആരോട് പറയും? ആളെ വിട് മോളെ. നമ്മളെല്ലാരും ഒന്ന് അടിച്ചു പൊളിക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ടെന്നാ പറയുന്നത് സാർ. കറക്റ്റ് അല്ലേ സാർ? You are right. പോത്തിറച്ചിയില് എരിവ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് കുടിക്കാനുള്ള കള്ളാണ്. ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാം തയ്യാറായി കഴിഞ്ഞു. ആ, എടാ കള്ള, എന്റെ ജോലി നീ ചെയ്യാൻ തുടങ്ങിയല്ലേ? ശരി, അതൊക്കെ വീട്. നിനക്കൊരു 90 തന്നേക്കാം. സൂപ്പർ.
കാർത്തി എവിടേക്കാ പോയത്? കാർത്തിയോ എവിടെ? അവനിവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പോയി. ആ അതോ വന്നു. സ്പെഷ്യൽ ഇന്ന് എന്റെ ഡാർലിംഗ് വേദയുടെ ബർത്ത്ഡേ അല്ലേ? ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ സ്പെഷ്യൽ ആയിട്ട്? എന്റെയോ നിന്റെയോ വേദയല്ല, നിന്റെ മാത്രം വേദ. വരൂ ഡാർലിംഗ്. വേദ വാ, കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ആഘോഷം തുടങ്ങാം. ഓക്കെ റെഡി. കാർത്തി, നീ സെലക്ട് ചെയ്ത കേക്ക് അടിപൊളിയായിട്ടുണ്ടാ. വേദ വന്ന് കേക്ക് കട്ട് ചെയ്യ്. Yes, sir. വരൂ ബോസേ. ആ കത്തിക്ക് കത്തിക്ക്. ഇന്ന പിടിക്ക്. എടേ എനിക്ക് കുറച്ച് താടേ. ഡാർലിംഗ് കം ഓൺ. രാക്കി എല്ലാവർക്കും എടുത്ത് കൊടുക്കടാ. തനിക്ക് വേണ്ടി എടുത്തോണ്ട് വന്നിരിക്ക. താൻ ഈ കേക്ക് കഴിക്കി. സാർ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകൂ. അതൊക്കെ പിന്നെ ഇപ്പോഴത്തെ എടുത്തു വെക്കേ. അച്ചാനെ അടിപൊളി പാർട്ടിയാടാ. താങ്ക് യു അച്ഛനെ. ഓക്കേ, ഇനി നമ്മൾ എല്ലാവരും കള്ളു കുടിക്കാൻ. വാ, 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 വാ. വരൂ, വരൂ, വരൂ. യോ, യോ. ഡാർലിംഗ് അടിപൊളിയായിരുന്നു. ഞാൻ വെറുതെയാണോ? എടേ ഇങ്ങോട്ട് നോക്കണേ, മേടിച്ച കുപ്പി മൊത്തം വറ്റിച്ചു വെച്ചിരിക്കുന്നടേ ഉമ്മാര്. മുഴുവൻ കുടിച്ചു കാണും. ഇതൊന്നും ചോദിക്കാനും പറയാൻ ആരുമില്ലേ? എടാ രാക്കി, എടാ ബബുലു, ബബുലു കേക്ക് കഴിച്ചല്ലടാ. ഇനി ആഹാരം ഒന്നും വേണ്ട, പോയി കിടന്നുറങ്ങാം. എനിക്കാണ് വിശന്നിട്ട് അയ്യോ, വയ്യ. കറണ്ട് പോയല്ലോ. അയ്യോ, ദേ കറണ്ട് ഓ, പോയി. ശരിയാ. ഇവന്മാരെ കണ്ടില്ല എങ്ങനെ കിടന്ന് ഉറങ്ങുന്നെന്ന്. ഡാ മച്ചാനെ വാടാ നമുക്ക് അകത്തേക്ക് പോവാം. പക്ഷേ വൺ കണ്ടീഷൻ, എല്ലാവരും അവരവരുടെ പാർട്ട്നേഴ്സിന്റെ കൂടെ വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടി. എന്തേ എന്നോ, ഇവളുടെ കൂടെ ഞാൻ ഉറങ്ങാനോ? ഞാൻ നിന്റെ കൂടെ ഉറങ്ങാവടാ. നീ ഒന്ന് പറയടാ. നീ എന്റെ കൂടെ ഉറങ്ങാൻ വേണ്ടി നീ എന്താടാ ഗേളാണോടാ? ഈ ബബ്ലി എത്ര ദിവസത്തേക്ക് അവൻ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്? നമ്മളെ കൂടെ കിടക്കണം. കം ബബ്ലു കം. എടാ രാക്കി, എന്തിനാടാ അവൻ ഇങ്ങനെ ഒരു പണി കൊടുത്തത്? ഏയ് വിട്ടുകാരടാ, അവനും കുറച്ച് ധൈര്യമൊക്കെ വരണ്ടേ. ധൈര്യോ? അവരവിടെ എന്താ ചെയ്യണേന്ന് വാ നമുക്ക് പോയി നോക്കിട്ട് ശരി വരാം. വാ, എന്താ വാടാ, ചെയ്യുന്നത്? നമുക്ക് പോവാം. Come on, darling. എന്റെ നാട് ഓടിച്ചേ. അല്ല ഇതിന് നീ ഡോർ ലോക്ക് ചെയ്യുന്നേ? ചുമ്മാ എന്ത് പറ്റി? പേടിയാണല്ലേ ബബ്ലു? ആ ഡോറ് തുറന്നു വെച്ചാ നിനക്കെന്താ? ആ ശരി, നീ താഴെ കിടന്നോ, ഞാനേ മേളി കിടന്നോളാം. നിന്നെ ആ ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത് പെണ്ണെ. നീയേ മേളി കിടന്നാ മതി, ഞാൻ താഴെ തന്നെ കിടന്നോളാം. ഏയ്, no, 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 no. അയ്യോ ജസ്റ്റ് മിസ്. നിക്ക് ബബ്ലു, ഉറങ്ങിയല്ലേ? നീ എങ്ങനെ ഉറങ്ങുന്നു ഞാനൊന്ന് നോക്കട്ടെ. ബബ്ലു, മൈ ഡിയർ ബബ്ലു. എന്താടി മിണ്ടാതെ കിടക്കടി. നിന്നെ ഞാനിപ്പോ ബെഡില്ല ഞാൻ നിന്നെ. ബബ്ലു വാ, വല്ലാതെ വിയർക്കുന്നു. എന്തായി കാണിക്കുന്ന നീ? ബബ്ലു come on. ഇതിൽ കൂടുതൽ കാണാൻ പാടില്ല വാ. ഞാനും ഇപ്പൊ നല്ല മൂഡിലായി. എടി ഞാനോ ബബ്ലു ഉറക്കം ഏയ്, വരുന്നില്ലേ? ഇല്ല, ഇല്ല. ആ, 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 ആ. ബബ്ലി സിഗ്നൽ തെറി. ആ, എന്തൊക്കെയോ എന്നിട്ട് തോന്നുന്നു. മേളില് വാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
എന്നോട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിനക്കില്ലേ? അയ്യോ സോറി. ഇറ്റ്സ് ഓക്കെ, കൂൾ. മാറിക്കേ, എഴുന്നേക്ക്. നീ എന്താ മാറി. ഇതുപോലെയൊക്കെ കാണിച്ചാൽ ഞാൻ പോയി കളയും കേട്ടോ. ബർത്ത്ഡേ പാർട്ടി വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തത്. താങ്ക് യു. താങ്ക് യു ഒക്കെ എന്തിനാ, നമ്മളൊന്നല്ലേ. അത് ശരിയാ, പക്ഷേ പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ? വിത്ത് മീ. എന്താ അത്? അത് പിന്നെ പിന്നെ ഞാന് നീ നിങ്ങളെ എന്നെ നിങ്ങളെ എന്നെ എന്നെ അയ്യോ അയ്യോ ആരത്? ഞാൻ നോക്കിട്ട് വരാം. നീ നീ ഇതേ മൂടി തന്നെ നിൽക്കണേ. ഇപ്പൊ വരാം. നല്ല ചാൻസ് ആയത്. എന്താ പറ്റിയ? അറിയില്ല, വേഗം വാ. ഇവിടുന്ന് കേട്ടത്. ശബ്ദം ഞാൻ പറയുന്ന ആരെങ്കിലും കേട്ടോ? എനിക്കാണെങ്കിൽ പേടിയാവുന്നല്ലോ. ആരാ? അങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കടാ. വാച്ച്മാന്റെ കാലിന് വലിയ പരുക്കാണല്ലോ. വാടാ, ഒന്ന് വേഗം പിടിക്ക്. അതിങ്ങോട്ട് താടാ. എടോ വാച്ച്മാനെ, എന്താ പറ്റിയത്? ഒന്നുമില്ല സാർ, എനിക്ക് രാവിലെ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. കാല് വഴുക്കി തലയിഴ വീണുപോയി. കുറച്ച് കുടിച്ചാ പോരായിരുന്നില്ല, ഇപ്പൊ എന്തിനാ എങ്ങനെ ആയ? ഞങ്ങൾക്ക് തരാതെ സ്വയം മോന്തിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. എനിക്കൊന്നുമില്ല സാർ, എനിക്കൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല സാർ, ഒന്ന് പോ സാർ, ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. നിങ്ങൾ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കോ, പെട്ടെന്ന് വെക്കോ. ഇയാൾ ഒരുത്തൻ കാരണം ഇന്നത്തെ മൂഡ് മൊത്തം പോയി. വാ നമുക്ക് ഇനി എന്തെങ്കിലും നടക്കുമോ എന്തോ. ഇയാളൊക്കെ ആരാടാ വാച്ച്മാനായിട്ട് ജോലിക്ക് എടുത്തത്? ബബ്ലു കമോൺ, ഞാൻ വന്നു. ഒന്ന് വാടാ. ഏ കാർത്തി, വേദ വന്നില്ല? അവള് ഒന്നില്ല. ഒന്ന് നിക്കടേ. ഞാൻ ഇനി മേളി കിടക്കില്ല. ഞാൻ കിടക്കില്ല. ഒടുക്കത്തെ ടാർച്ചറാടെ ഇവള്. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലടേ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാ. എടാ പേടിക്കണ്ട, ഞാൻ പറഞ്ഞോളാം, നീ വന്നേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ കിടന്നോളാം. കാര്യം നീ ഇവിടെ ഉറങ്ങിയ നിനക്ക് എന്തെങ്കിലും പറ്റിയാണ്ടല്ലോ, ഞങ്ങൾക്ക് ഉത്തരം പറയാനൊന്നും പറ്റില്ല. അതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. ദേ തലയണയുണ്ട്, ദേ പായുണ്ട്. തന്നെ ടോർച്ചും ഉണ്ട്. പണി കിട്ടും. നമുക്ക് ബബ്ലു ഏയ് പൊടി. ഇവളൊരുത്തി എന്നെ കുറിച്ച് എന്താ കരുതി വെച്ചിരിക്കുന്നത്? ടോർച്ചായിരുന്നോ? ഇത്രയും വലിയ കട്ടിലുണ്ടല്ലോ. എന്തായാലും കാൻഡിലും എടുത്തേക്കാം. പട്ടി കുറയ്ക്കുന്നല്ലോ. സൂപ്പി, ജിമ്മി, ആരാ അവിടെ? എന്നെ ഒന്നും ചെയ്യല്ലേ. വെരി ഗുഡ്, ഇവിടെ നന്നായിട്ടുണ്ടല്ലോ. ഇതാണ് നല്ല സ്ഥലം. ഇവിടെ കിടക്കാം. വല്ലതും സംഭവിച്ചാലേ ഉറക്കം നിലവിളിക്കാം. ആരാത്? തോന്നിയതാ, ഒന്നുമില്ല. എന്താടാ ബബ്ലു, എന്താ പറ്റിയത്? എന്താടാ പറ്റിയ? എന്താ കാര്യം? എന്താടാ പറ്റിയ? അവിടെ ആരോ ഉണ്ട്. അവിടെ ഇങ്ങോട്ട് ടോർച്ച് അടിച്ചടാ. ഒന്ന് മാറാ, ഞാൻ നോക്കട്ടെ. ഒന്നുമില്ലടാ. എടാ നീ ആവശ്യമില്ലാതെ വെറുതെ ഒച്ച വെക്കല്ലേ. അവളുടെ കൂടെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇവളുടെ കൂടെ ഞാൻ ഉറങ്ങൂലടാ. നിന്റെ കൂടെ വേണേ ഞാൻ ഉറങ്ങാം. ഇവനെ കൊണ്ട് തോറ്റു. എന്നെ ഒന്ന് മനസ്സിലാക്കടാ. ഇവൻ നേരെ കിടക്കാണെങ്കിലേ ശരിക്കും പ്രേതം വരും. അകത്തേക്ക് നടക്ക്.
വീമ്പിനൊരു കുറച്ചിലും ഇല്ല. ഇതിനൊരു ടോർച്ച്, കാൻഡില്. വാടാ. നീ ഉണ്ടായിരിക്കണം. Good morning. എന്താ സാറേ പേടിച്ചു പോയോ? ഇതാണ് എന്റെ സ്റ്റൈല്. എന്തുവാടാ ഹൊറർ പടം കൊറേ കാണുന്നുണ്ടല്ലേ? എന്തുവാടോ അന്ന് സംസാരിച്ചപ്പോ തനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ സ്ട്രക്ക് ആയില്ലല്ലോ. അത് പിന്നെ അത് ചില സമയത്തൊക്കെ അങ്ങനെ വരും. എന്താടോ രാവിലെ തന്നെ നല്ല കുട്ടപ്പനായിട്ടുണ്ടല്ലോ. ഏയ്, നല്ല ഫ്രഷ് ആയി കാറ്റ് വരുന്നല്ലേ? അങ്ങനെയല്ലേ ബബ്ലി? ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എനിക്കറിയായിരുന്നു ഇവിടെ എപ്പോഴും ഇതുപോലെ ആയിരിക്കുമെന്ന്. ഒരു കാപ്പിയും ചായന്നും കിട്ടും. ഞങ്ങൾക്ക് വെച്ചത് താൻ മൊത്തം എടുത്ത് കുടിച്ചു കളഞ്ഞില്ലേ? കാപ്പി എടുത്തോണ്ട് വരാൻ പറയാം. വാച്ച്മാൻ ദാ എത്തിക്കഴിഞ്ഞു, നല്ല ചൂട് കാപ്പി ദാ എത്തിക്കഴിഞ്ഞു. എല്ലാരും എടുത്തോളൂ. Nice, lovely. എടുത്തോ സാർ. ആ സാർ എടുക്കൂ സാർ. സാർ നിങ്ങൾ എടുക്ക്. എനിക്ക് വേണ്ട. കാണാൻ നിങ്ങൾ എല്ലാരും വ്യത്യസ്തമായിരുന്നാൽ പോലും കോഫി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇജു വേദ എവിടെ? വരും, കാത്തിരിക്കുന്നേ. അവൾക്ക് റെഡി ആവാൻ സമയം വേണ്ടേ? അതല്ല, ഇന്നലെ രാത്രി സൂപ്പർ. എടാ എന്തുവാടാ സൂപ്പർ? ഇവള് ഉറങ്ങിയിട്ട് പോലും ഇല്ല. എന്തുവാടേ ഇത്? ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഇടത്തേക്ക് വന്നിട്ട് നിനക്ക് ഉറങ്ങാനേ പറ്റില്ലെന്ന് പറഞ്ഞാ നിനക്ക് റൊമാൻറ്റിക് മൂഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് ഉറപ്പാനടാ. പണ്ടാരം എന്തൊക്കെയാടാ ചിന്തിച്ചു കൂട്ടുന്നത്? ഉണ്ടെങ്കിലല്ലേ വരാൻ. സാർ റൊമാൻറ്റിക് മൂഡ് വന്നില്ലെങ്കിലേ അടുത്തൊരു മലയുണ്ട് സാർ, അവിടെ പോയിട്ട് വാ സാർ. എല്ലാവർക്കും റൊമാൻറ്റിക് താനെ വരും സാർ. അതെയോ? എന്നാ അങ്ങോട്ട് നമുക്ക് പോയാലോ? പോവാം. എന്ത്? എത്ര ദൂരം പോണം? ദേ ഇവിടെ ഇവിടെ അടുത്ത് തന്നെ. അതെയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേ പറ്റൂ. ഒരു ട്രക്കിംഗ് പോലെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. മലയിന്ന് താഴെ ഇറങ്ങി വരുമ്പോ എല്ലാരും ഫ്രഷ് ആയേ പറ്റൂ. അതുകൊണ്ട് വാ നമുക്ക് പോവാം. ഡാ നിക്കടാ, വേദയെ പോയി വിളിച്ചോണ്ട് വരുവോ? ശരി മോനെ, വാടി. ഹലോ, ഈ മലയിലേക്ക് ഏതിലേ പോണ്ടേ? ഈ വഴി തന്നെ പോയാ അവിടെ തന്നെ എത്തും. പോയ പോലെ എന്നെങ്കിൽ തിരിച്ചു വരും. ശരി മച്ചാനെ, നമുക്ക് പോവാം. എന്ത്? ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ഇന്നലെ രാത്രി നീ നല്ലോണം പേടിച്ചില്ല. അതേപോലെ ഇന്ന് രാത്രി നിന്നെ പേടിപ്പിക്കാൻ പറയട്ടോ. വേണ്ട വേണ്ട, ഞാനും വന്നോളാം. വാ മച്ചാനെ, ഇനി വൈകണ്ട, പെട്ടെന്ന് എടാ പോ. എന്നെ ഇട്ടേച്ച് പോയിക്കളയല്ലേ? ഈ വഴിക്കല്ലേ പോണം? ദാ, അവിടെയാ. നോക്കുക, നിന്റെ പാർട്ട്ണർ ഫുൾ റെഡി ആയിട്ട് വരുന്നു. ഇഞ്ചു, നീ ഇതാ. ഇന്നലെ രാത്രി അവൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കാം. ഏയ്, ഇപ്പൊ വേണ്ട കേട്ടോ. അവൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ തന്നെ ചോദിക്കാം കേട്ടോ. ഡാ കാർത്തി, ഒരുപാട് ദൂരം എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. ബബ്ലു, നീ വിഷമിക്കണ്ടാ, നിനക്ക് ബബ്ലി ഉണ്ടല്ലോ, പിന്നെന്താ? ബബ്ലു കുട്ടാ എടുക്കട്ടെ. എടുത്തിട്ട് പോരേടി നിനക്ക്. ഞാനില്ലേ? വാ, 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 വാ. ഒന്ന്, രണ്ട്, മൂന്ന്, നിങ്ങൾ കണ്ടില്ലേ? ഇനി എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. എടാ വണ്ടി എടുത്തോണ്ട് പാടേ. വണ്ടി എടുക്കാനോ? എടാ വിവരം കേട്ടവനെ, ബാംഗ്ലൂരിൽ ട്രാഫിക്കിൽ കുടുങ്ങി പെടാ പാടുപെട്ടൊന്നും നിനക്ക് പോരെ? ഇനിയിപ്പോ ഇവിടെ വന്ന് കൊടുക്കണോ? എന്നെ നടക്കടാ കൊണ്ടുപോയാ. നടക്കടാ, വാ പോ. രാഖി എവിടെ? വന്നില്ല ഇതുവരെ. ബേബി ബേബി, ഇവൻ എവിടെ പോയെന്ന്? ഇവരെന്താ എവിടേക്കാ പോയേ? വരുന്നു. ദാ എത്തിയല്ലോ. എന്തിനാ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നേ? ഡാ എങ്ങോട്ടാ പോയെ? എവിടേക്കാടാ പോയേ? നേച്ചർ കോൾ വന്നതാ. സോ കാര്യം സാധിക്കാൻ പോയതാ. നിങ്ങൾ വാ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒന്ന് വേഗം നടക്ക്. ഓടാൻ പോവാ. ഓടാൻ നോക്ക്. ഓട് ഓട്. ഓടിക്കോ ഓടിക്കോ. വാ, വാ, വാ. ബബ്ലു, വേഗം വാ. ഓക്കേ ഓക്കേ ഡൺ. ബേബി ഒരു നല്ല സ്ഥലമുണ്ട്, അവിടെ നോക്കിയേ. വാവ് സൂപ്പർ. നീ വാടി മുത്തേ, എനിക്കിപ്പോ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ. പറ്റിയ സമയ പ്രൊപ്പോസ് ചെയ്യണമെങ്കിൽ വേഗം ചെയ്തേക്ക്. ഓക്കേ. എങ്ങനെ ഓടുന്നു നോക്കിയേ.
കം ഓൺ ബേബി ലെറ്റ്സ് ഗോ. എന്നെ കൂടെ കൊണ്ടുവന്ന. ഡാർലിംഗ്, ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് കുറെ നാളായില്ലേ, നീ അതിന് ഇതുവരെ മറുപടി തന്നില്ലല്ലോ. പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാവുന്നു. ഒരു ഉമ്മ തരുമോ? ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. ബേബി ദിസ് പ്ലേസ് somewhat different അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് എല്ലാം. ആ ബബ്ലുവിനെ അങ്ങോട്ട് അയച്ചിട്ട് എന്നെന്തിനാ നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന? അതെന്തിനാണെന്ന് വെച്ചാൽ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാനായി തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ അവനെ അവിടെ വിട്ടുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവർ അവരുടെ ലവ് ഷെയർ ചെയ്യട്ടേന്നേ. ഞാൻ ചെയ്തത് ശരിയല്ലേ? ബേബി ബേബി എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ബേബി സ്റ്റുപ്പിഡ്. എപ്പോ നോക്കിയാൽ ഇതേപോലെ ഓരോന്ന് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഈ സ്ഥലം ഒരു പേടി സ്വപ്ന. ബേബി പ്ലീസ് കം, എന്റെ മുന്നിലേക്ക് വാ, കളിക്കാതെ. ഇവൻ എവിടേക്ക് പോയി? ബേബി ബേബി രാഖി. രാഖി ആരത്? ഹെൽപ് മീ. ഇഞ്ചു, ഹെൽപ് മീ. അവൾക്ക് എന്ത് പറ്റി? ഹെൽപ് മീ. ഇഞ്ചു, 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 എന്ത് പറ്റി? എന്താ പറ്റിയെന്ന് പറ. എന്താ ഇഞ്ചു? അവനെവിടെ? അത് പിന്നെ രാഖി എവിടെ? വരുന്നു. വന്നോ വന്നോ. എല്ലാരും എന്താ ഇവിടെ ചെയ്യുന്നത്? എന്ത് പറ്റി? നീ എവിടെ പോയെന്ന്? ഒരു 5 മിനിറ്റ് അങ്ങോട്ട് പോയിട്ട് വന്നോടാ. അതിനുള്ളിൽ ഇവള് പേടിക്കുന്നത്. അത് ശരി. പിന്നെ ഇവൾക്ക് എന്താ പറ്റിയത്? നിമിഷം ഞാനില്ലാതെ വിട്ടിരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ? വെറുതെ ഞങ്ങളെ പേടിപ്പിച്ചു. ഇവന്മാര് നമ്മുടെ മൂഡ് മൊത്തം കളയും. വരൂ വരൂ. കഴിഞ്ഞോ? എല്ലാ സ്ഥലങ്ങളും ചുറ്റി കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഒക്കെ നന്നായിരുന്നു. കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. വരൂ, വന്ന് കുളിക്ക്. കാർത്തിക്, ഫ്രഷ് ആയതിനു ശേഷം ഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലോ? ഫ്രഷ് ആവാൻ വാടി. വാ. അതാരാ? ആരായിരിക്കും? ബബ്ലു, ബബ്ലു, മുറിയില് ടവല് വെച്ച് മറന്നു. അതൊന്ന് എടുത്തേരോ ബബ്ലു? ബബ്ലു എന്തിനാ കയ്യിൽ പിടിക്കുന്ന? വിട് ബബ്ലു. ഇത് ബബ്ലു തന്നെയാണോ അതോ? ഷടാ, ക്ലോസിൽ എടുക്കാന്ന് വിചാരിക്കുമ്പോ ഈ മൊബൈലിൽ ശരിക്കും കിട്ടുന്നില്ലല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, നെറ്റ്വർക്ക് ശരിയല്ലാത്തതുകൊണ്ട് ആരോടും സംസാരിക്കാനും പറ്റുന്നില്ല. കിട്ടി 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 കിട്ടി. സിഗ്നൽ കിട്ടാതെ വിടുന്ന പ്രശ്നമില്ല. ഇപ്പൊ കണ്ടില്ലേ? നെറ്റ്വർക്ക് മൊബൈൽ നെറ്റ്വർക്ക്. ചിലപ്പോ അതിന്റെ മുകളിൽ കയറി നിന്ന സിഗ്നൽ കിട്ടും. ഇതിന്റെ മുകളിലോ? ഇതിന്റെ മേളിൽ തന്നെ. എന്റെ അമ്മ, ഇത് പൊട്ടക്കിണറാണല്ലോ. എന്തൊരാഴോ ഇത്. കിണറാത്. ഒന്ന് കേറി നോക്കട്ടെ. ദൈവമേ രക്ഷിക്കണേ. അയ്യോ, ഈ നെറ്റ്വർക്ക് കിട്ടുന്നില്ലല്ലോ. അയ്യോ, പേടിയാവുന്നേ. ടെൻഷൻ ആയിട്ടുണ്ടാവും. നോക്ക്, ഒന്ന് റൗണ്ട് അടിച്ച് എന്ത് റൗണ്ട് അടിക്കാനോ?
നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടിയല്ലേ? ആ, ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ട് വട്ടം ചുറ്റാനോ? അയ്യോ നോക്കട്ടെ. അയ്യോ ഒരു റൗണ്ട് എത്തി, ഇതുവരെ സിഗ്നൽ വന്നില്ല. ഐ തിങ്ക് നീ അതിന്റെ മുകളിൽ കയറി നിന്ന സിഗ്നൽ കിട്ടും. എവിടെ? അതിന്റെ മുകളിലോ? ഇവിടെയോ? ഇതിന്റെ മുകളിലോ? ആ നോക്ക്. ഇന്ന് ആരെ കണ്ടാണോ എഴുന്നേറ്റ്? ഇതൊന്ന് പിടിച്ചേ. ഇവളെന്നെ കൊല്ലാതെ വിടില്ല. ഓം നമഃശിവായ. അല്ല, എന്തേ പ്രാർത്ഥിക്കുന്നെ? ഭഗവാനെ, നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടി. നിനക്ക് എന്റെ ബുദ്ധിമുട്ട് അറിയില്ലല്ലോ. ജയ് ബജരംഗ് ബലി. നെറ്റ്വർക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. കാർത്തി, നെറ്റ്വർക്ക് കിട്ടിയോ? ഇതെങ്ങനെ പെട്ടെന്ന് വിചാരിച്ച കിട്ടുന്ന ഒന്നാണോ? നമ്മുടെ കയ്യിലല്ലല്ലോ. അതെന്താ? ഹലോ 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 ഹലോ. ഇവൻ എന്തേ കാണിക്കുന്നത്? അവിടെ തെങ്ങിന്റെ ഒരു മറവുണ്ട്. ഇവിടെ എന്താ നിന്റെ തലയാണുള്ളത്. അയ്യോ, എന്തായിരിക്കും അത്? ഇല്ല സാർ, ഇത് നേരത്തെ ഭക്ഷണം റെഡിയായി സാർ, കഴിക്കാൻ വാ. രക്ഷപ്പെട്ടല്ലോ ഭഗവാനെ. ഭക്ഷണം റെഡിയായി, വിളിക്കാൻ വേണ്ടി വന്നതാ. ശരി വാ. ശരി, ഇതാ വരുന്നു. ഇറങ്ങാൻ പോകുന്നു. ചാടത്തെ. ഇറങ്ങ. ശരി, ഇറങ്ങാം. ഒന്ന് വേഗം വാടേ. നിക്ക്. ഉച്ച സമയത്ത് അവന്റെ ഒരു ടിഫിൻ കഴിപ്പ്. ഒന്ന് വാടേ. വെയിറ്റ് ചെയ്യടാ, അവര് വരും. നീ എന്തിനാ ധൃതി പിടിക്കുന്നത്? അവിടം വരെ കൊണ്ടുപോയിട്ട് ഞങ്ങളെയൊക്കെ മല കയറ്റിയില്ലേ? ഇങ്ങോട്ട് നോക്ക്. എന്റെ അമ്മ, അതൊന്ന് parts ഒക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടു. വല്ല അറിയോ നിങ്ങക്ക്? അറിഞ്ഞിട്ട് ഇപ്പൊ ഹായ് എന്താ അല്ലേ? ഗൈസ്. ഇഞ്ചറ പ്രപ്പോസ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോ അയ്യോ എന്റെ അമ്മേ, മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടി അവളെന്നെ തൂണിമേ കയറ്റി. നിങ്ങൾ രണ്ടാളും എന്താ സംസാരിക്കുന്നതെന്ന് പറയാമോ? ആ കിണറിനകത്ത് മീനുണ്ട്, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാ, വേറൊന്നുമില്ല. അല്ലേ? ആ. എന്നാ വാങ്ങിച്ചോ. എന്നാ അങ്ങോട്ട് പാസ് ചെയ്യ്. ഇങ്ങിതാ. ദേ, അവൾക്കും കുറച്ച് കൊടുക്കും. കഴിക്കടാ, ചമ്മന്തി വാങ്ങിക്ക. കുറച്ചു മതി, കുറച്ചു മതി. എടുത്തോ കാർത്തി. ഇഡ്ഡലി ഇഷ്ടമായോ? എന്താണെങ്കിലും കഴിച്ചല്ലേ പറ്റൂ. സൂപ്പർ ഇഡ്ലി. ഇതിന്റെ കൂടെ ചിക്കൻ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരുന്നു ഇന്നേരം. ആ മതി മതി. ഇന്ന് രാത്രി ഉണ്ടാക്കി തരാൻ പോരെ? ഇന്ന് രാത്രി ഇവിടെ നിക്കണമെന്നാണോ? എനിക്ക് വയ്യ. ഇഡ്ഡലി കഴിച്ച അടുത്ത സെക്കൻഡ് ഞാൻ വിടും. എടാ ബബ്ലു, നമ്മൾ വന്നിരിക്കുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാ, വെറുതെ വന്നിട്ട് പോവാൻ വേണ്ടി ഒന്നല്ല. നീ എൻജോയ് ചെയ്യടാ, ഞാൻ പോയിക്കോട്ടെ. അതെ, ഞാനും ഇവിടുന്ന് പോകുന്നു. എന്ത്? നീ ഇവിടുന്ന് പോവാണെന്നോ? നിനക്ക് എന്താ പറ്റിയേ? ശരി, നിന്റെ ഇഷ്ടം. ഏയ്, വേണമെങ്കിൽ എടാ, പോയിക്കോ. എടാ, അവിടെ നിക്കടാ. എടാ. എടാ, പറയട്ടെ അവിടെ നിക്കാൻ. എന്ത് പറ്റി ഇവന്? ഇഞ്ചറ, കാലത്തോട്ട് ഞാൻ ശ്രദ്ധിക്കുക. നീ എന്താ ഡള്ളായിരിക്കുന്നേ? ആക്ച്വലി വേദയോട് അടുക്കാൻ വേണ്ടിട്ടാ ഞാൻ നിന്നോട് കളിച്ചോണ്ടിരുന്നത്. നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ. എന്താണെങ്കിലും പറ. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ബബ്ലു പറഞ്ഞത് ശരിയാ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങൾ ആരും കേട്ടില്ല. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. വിശ്വസിക്കേ. അവനോട് തന്നെ ചോദിക്കേ. ദേ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിങ്ങൾ 3 പേരും ഡ്രസ്സ് പാക്ക് ചെയ്തോ, ഞാൻ പോയി കാർ റെഡി ചെയ്യാൻ പോവാ. ഇഞ്ചു, ശരിക്കും എന്താ പറ്റി? ഒന്നുമില്ല. കാർത്തി, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്ക്. എന്തുവാടാ നിന്റെ പ്രശ്നം? എന്തുവാ? സ്റ്റാർട്ട് ആവൂലേ? ഒരു പാട്ട വണ്ടിയും കൊണ്ടാണോ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ബെൻസ് കൊണ്ടുവരുന്നല്ലോ. ആദ്യം നീ സൈക്കിൾ ഓടിക്കാൻ പഠിക്കേ, എന്നിട്ട് ബെൻസിന്റെ കാര്യം പറഞ്ഞാ മതി. എനിക്കെങ്ങനെ അറിയാനാ? ബാറ്ററി ലോ ആണ്. അതിലുള്ള വയറ് വല്ല ഊരി മാറ്റടേ, വണ്ടി സ്റ്റാർട്ട് എടാ ബബ്ലു, പിരിച്ചു മാറ്റുന്ന എളുപ്പമാ, ഒരുമിച്ച് ചേർക്കാനാ ബുദ്ധിമുട്ട്. ഇവൻ പറയുന്നത് കേട്ടാ നമുക്ക് ഇവിടെ നീ അടുത്ത കാലത്തൊന്നും പോകാൻ പറ്റില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ? ഏ റോക്കി, എന്തു പറ്റിയടാ? ഒന്ന് നിക്ക്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് ശരി, ഇവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോത്രേ. എടാ രാക്കി, ഇവിടെ മെക്കാനിക്കിനൊന്നും കിട്ടില്ലേ? ഗാരേജ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഗ്യാരേജ് ഒന്നും ഇല്ല സാർ. എന്റെ അമ്മോ, ഒന്നിങ്ങോട്ട് വാടേ. കണ്ടില്ലേ, വണ്ടിയിൽ ഒരു തുള്ളി ഡീസൽ ഇല്ല. അല്ല, ഇന്നലെ ഡീസൽ അടിച്ചെന്നല്ലേ പറഞ്ഞു? അടിച്ചല്ലോ. അപ്പോ വാച്ച്മാൻ, ഹലോ വാച്ച്മാൻ, അല്ല നിന്നുകൊണ്ടിരുന്ന വണ്ടിയിലെ ഡീസൽ എങ്ങനെയാ തീരുക? അതായത് എനിക്കെങ്ങനെ അറിയാം സാർ? നിങ്ങളല്ലേ വണ്ടി ഓടിച്ച്, പിന്നെ എങ്ങനെ അത് കാലിയാവാണ്ടിരിക്കും? അതെനിക്കെങ്ങനെ അറിയാം? നമുക്കിട്ട് പണി തരാണല്ലോ. ഏയ്, നിനക്ക് ഇതൊന്നും നോക്കാൻ പാടില്ലേ? വരുമ്പോഴാ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വന്നത്. മിണ്ടായിരിക്കടാ.
പോയി ഡീസൽ മേടിച്ചോണ്ട് വന്നേ. ഇപ്പോഴോ? പിന്നല്ലാതെ വേഗം ഡീസൽ മേടിച്ചോണ്ട് വാ, ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ളതാ. ആ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഡീസൽ വാങ്ങാൻ പോയാ ഇനി നാളെ രാവിലെ വരാൻ പറ്റൂ. എന്താന്ന്? നാളെ രാവിലെയോ? അതെന്താ? നമ്മള് കാടിന്റെ ഒത്ത നടുക്കാണ്. ഞാനിപ്പോ ഇങ്ങനെ നടന്നു പോയി ഡീസൽ വാങ്ങിട്ട് വരുമ്പോ നാളെ രാവിലെ ആവും. അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടി ഇങ്ങോട്ട് വരില്ലേ? ഇല്ല സാർ, ഒരു കാക്ക പോലും വരില്ല. അപ്പൊ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇങ്ങോട്ട് വരാറില്ലേ? നീ മിണ്ടാതിരിക്കേ. നീ പെട്ടെന്ന് പോയിട്ട് ഡീസൽ വാങ്ങിച്ചോണ്ട് വാ. ഒന്ന് പെട്ടെന്ന് പോ, സമയാവുന്ന പെട്ടെന്ന് പോയിട്ട് വാ. ഞാൻ വരാൻ നാളെ രാവിലെ ആകുവേ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കണോ? യെസ് മൈ ഡിയർ വേദ. എന്റെ അമ്മോ, ഇവിടുന്ന് എങ്ങനെയാലും ഒന്ന് പോവാന്ന് കരുതിയ സമ്മതിക്കില്ലല്ലോ. ഞാൻ ഇവിടുന്ന് ഇനി എവിടെ രക്ഷപ്പെടാനാ? ഇവളാണെങ്കിൽ എൻജോയ്മെന്റ് എന്ന് പറയുന്നു. എടാ ബബ്ലു, നീ വിഷമിക്കണ്ടടാ, ഞാനുണ്ടല്ലോ കൂടെ. പിന്നെന്താ നിനക്ക് പേടി? വാ 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 വാ. എന്ത് ചെയ്യാനാ? ഏയ് വാടി. രാഖി, അവൻ മാനേജരോട് സംസാരിക്കുന്നു. ഇവർ രണ്ടുപേരും ഇത്ര അടുപ്പത്തിൽ ഞാനിതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്കെന്തോ ഇവരെ സംശയം തോന്നുന്നു. കണ്ടുപിടിച്ചേ മതിയാവൂ. I am escaped. നിൽക്കാനാ പറഞ്ഞേ. ഈ രാഖി, അവരോട് നീ എന്താ പറഞ്ഞേ? എന്താ സംസാരിച്ചത്? എന്ത് പറ്റി ഡാർലിംഗ്? ഇവിടെ എല്ലാരെയും പറ്റിക്കാൻ നോക്കുകയാണോ നീ? എടാ പറയടാ, പറയാൻ. ഏയ് നിനക്ക് എന്താ പറ്റിയത്? നിനക്കൊന്നും അറിയില്ല അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനാ ഇപ്പൊ ഇത്രയും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാരും മലയിലേക്ക് പോയപ്പോ നീ എന്നെ വിട്ട് എവിടേക്കാ പോയത്? അതായിരുന്നോ? നേച്ചർ കോള് വന്നു, ഞാൻ പോയി. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അതല്ല കാര്യം. ഈ മാനേജറിനും നിനക്കും എന്താ ബന്ധം? പറയടാ. ഇത്രയും ക്ലോസ് ആയി സംസാരിച്ചോണ്ടിരിക്കുന്നു. അയ്യോ, ക്ലോസ് ഒന്നും അല്ല എന്റെ പൊന്നു ഡാർലിംഗ്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയല്ല താമസിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഫയർ ക്യാമ്പ് റെഡി ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നിന്റെ വിശ്വാസാണ്, അതുകൊണ്ടല്ലേ നിന്റെ കൂടെ വന്നത്. എടി ഭ്രാന്തി, ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ നീ ദേഷ്യപ്പെട്ടാണ്ടല്ലോ ഒരു കാര്യം മര്യാദക്ക് പോവില്ല. ആന്നേ. രാഖി, സമയം പോകുന്നില്ലല്ലോ. ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ഏയ് ഫ്രണ്ട്സ്, എന്താ എല്ലാരും സൈലന്റ് ആയിരിക്കുന്നേ? എന്തു പറ്റി? എന്താടാ ഫയർ ക്യാമ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും തുടങ്ങിയില്ല? ഒന്നിനും കൊള്ളാത്തൊരു മാനേജർ. എവിടെയാണ് ഫയർ ക്യാമ്പ്? നിങ്ങൾക്ക് ഡീസൽ വാങ്ങാൻ വേണ്ടി വാച്ച്മാൻ ടൗണിലേക്ക് പോയിരിക്കുക. അവൻ ഉടനെ തന്നെ ഇങ്ങ് എത്തും. നിങ്ങൾ വിഷമിക്കണ്ട സാറേ. വേഗം ഡീസൽ മേടിച്ചോണ്ടോന്നാ നമുക്ക് കാലത്തെ പോവാലോ. ബബ്ലു എൻജോയ്. ഇവൾക്ക് വേറെ പണിയില്ല, എപ്പോ നോക്കിയാലും തന്നെ. അങ്ങനെയൊന്നും നോക്കല്ലേ. നോക്കാൻ പാടില്ലേ? ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. വേദ, ഞാന് നിന്റെ അടുത്ത്. നീ എന്റെ അടുത്ത് വരുന്നോ? വാ, പോയി നോക്ക് പറ്റി. എന്താ? വാച്ച്മാനോ? എടാ കാർത്തി, ഒന്നിങ്ങോട്ട് വാടാ. ഹേയ് വാച്ച്മാൻ, ഹേയ് വാച്ച്മാൻ, എടോ, എണീക്ക്, എണീക്ക്. അയ്യോ അയ്യോ. എന്താടോ, എന്താ പറ്റിയേ? ഡോ, തന്നോട് ഡീസൽ വാങ്ങാനല്ല പറഞ്ഞയച്ചത്. അതെ സാർ, ഞാൻ പൊയ്ക്കൊണ്ടേയിരുന്നു. ആരോ വന്നെന്നെ അടിച്ചു. ഞാൻ ബോധം കെട്ട് വീണു. എന്താ സാർ, എനിക്ക് എന്താ പറ്റിയ? ഞാൻ എങ്ങനെ എവിടെ എത്തിയേ? കാലത്ത് വരുമെന്നല്ലേ പറഞ്ഞ, പിന്നെ എങ്ങനെ ഇപ്പൊ വന്നേ? അതെനിക്ക് അറിയില്ല സാർ. റോഡിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു സാർ. പിന്നെ എങ്ങനെ ഇവിടെ വന്നത്? അയ്യോ. അപ്പൊ നാളെ രാവിലെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഏയ് മാനേജർ, അതിലൂടെ ആരോ ഓടി, പോയി നോക്കിയേ. No, I didn't see anyone. ദോ, അങ്ങോട്ട് പോയി നോക്കണോ. ഇതാ അവിടെയാ. സാർ, എനിക്കും അങ്ങനെ കേൾക്കുന്നുണ്ട് സാർ. ആരോ വേഗം ഓടുന്ന പോലുണ്ട്. വാ സാർ, നമുക്ക് പോയി നോക്കാം. ശരിക്കും ആരോ ഇതിലെ ഓടി. ആ? ആരായിരിക്കും? ആരെയും കാണുന്നില്ലല്ലോ. ദാ, അതിലൂടെ ഓടിയത്. എടാ നിക്കടാ അവിടെ. സിമ്രൻ, വാച്ച്മാൻ, എല്ലാവർക്കും ക്ലോറോഫോം കൊടുക്ക്. പെട്ടെന്ന് നോട്ടെ.
എടാ ബബ്ലു, ബബ്ലി, ഇഞ്ചറാ. എന്ത് പറ്റിടാ? ആരാ നമ്മളിങ്ങനെ കെട്ടിയിട്ടത്? വേറെ ആരാ? ആ മാനേജറും വാച്ച്മാനും പാചകക്കാരനും തന്നെ. ഇന്നലെ രാത്രി നമ്മളെ തല്ലിയില്ലേ? അവന്മാരുടെ പണിയായിരിക്കണോ ഇത്? എടാ കാർത്തി, രാഖിയെയും വേദയെയും കാണുന്നില്ലല്ലോടാ. രാഖിയ, ആ രാഖിയ എന്നെ അടിച്ചത്. എന്ത്? രാഖി നിന്നെ അടിച്ചെന്നോ? അതെ, അന്ന് നമ്മളെ ആക്രമിക്കാൻ വന്നില്ലേ, അവരിൽ ഒരുത്തനെ ഞാൻ പിടിച്ചു. ആ സമയത്ത് രാഖി അവനെ രക്ഷിക്കാൻ വേണ്ടി എന്റെ തലക്കടിച്ചു. രാഖി എവിടെയും പോട്ടെ, വേദയെ കാണുന്നില്ലല്ലോടാ. അവളെവിടെ പോയി? വേദ, എന്തുവാടാ സംഭവിക്കുന്നത് ഇവിടെ? ആരും കാണാനില്ല. ഇവിടെ എന്താ നടക്കുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ലല്ലോ. അയ്യോ, അത് വിട്ടുകളെ. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ആദ്യം കണ്ടുപിടിക്കേ. വേദ, വേദ, ആരടാ നീ? എന്നോട് ചോദിച്ചേ, ആരാടാ നീ? എന്റെ ബോസ്. ബോസോ? വാച്ച്മാൻ, ആരാടാ ഞങ്ങളൊക്കെ കെട്ടിയിട്ടത്? ഇയാൾ ഏതാടാ? ഞങ്ങൾ ആരാണെന്ന് നിന്റെ ഫ്രണ്ട് രാകേഷ് നിന്നോട് പറഞ്ഞില്ലേ? രാഖി? രാഖിനെ നിനക്ക് എങ്ങനെ അറിയാം? രാകേഷ്, എന്താണിത്? ആരാ ഇവരൊക്കെ? രാഖി, എന്തിനാണ് ഞങ്ങളെ കെട്ടിയിട്ടത്? ഇവരൊക്കെ ആരാടാ? ആരാടാ ഇതൊക്കെ? പറയടാ. ഏയ് മിണ്ടായിരടാ. നിങ്ങൾ എല്ലാരും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ കാരണം പണത്തിന് വേണ്ടിയാ. പണത്തിന് വേണ്ടി മാത്രം. എനിക്ക് പണം വേണം. മിസ്റ്റർ ഹീറോ, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണ്ട. എനിക്ക് ആവശ്യം ആ രണ്ട് പെൺകുട്ടികളെയാണ്. നീ ഞങ്ങൾ എന്ത് ചെയ്യോടാ? എടാ രാഖി, നീ പണത്തിന് വേണ്ടി ഫ്രണ്ട്ഷിപ്പ് വിറ്റു അല്ലേ? നീ ഒരു മനുഷ്യനാണോടാ? നിന്നെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ വന്നത്? ചതിക്കാൻ നോക്കുന്നോ? നാണമില്ലല്ലോ നിനക്ക്? ബാത്റൂമിൽ എന്റെ കയ്യിൽ പിടിച്ചത് നീയായിരുന്നല്ലേ? ആ കാറിൽ നിന്ന് ഡീസൽ എടുത്ത് മാറ്റി ഇവിടുന്ന് പോകാതാക്കിയത് നീയാണോടാ? പറയടാ. ഇതൊക്കെ ചെയ്തത് നീയല്ലേ? യെസ്, ഞാൻ തന്നെയാ. ഇപ്പൊ നിങ്ങളുടെ വേദയെ കൂട്ടിക്കൊണ്ടുപോയതും ഈ ഞാൻ തന്നെയാ. കൂൾ ബോസ്, കൂൾ. നിനക്കിപ്പോ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, രണ്ട് പെൺകുട്ടികളെ ഇവിടെ വിട്ടിട്ട് ഓടിപ്പോയിക്കോ. മറ്റൊന്ന്, എന്റെ കൈ കൊണ്ടുള്ള മരണം. 5 മിനിറ്റ് സമയം തരാൻ ഞാൻ. ഡിസൈഡ് ചെയ്തോ? ഇത് മാനേജർ പണിക്കാരിയല്ലേ?
ബാക്കിലോ ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ. അവള് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു, ഇവിടെ കാണുന്നില്ല. മിസ്റ്റർ ഹീറോ, യുവർ ടൈം ഈസ് അപ്പ്. ഏയ്, ഥു. നീ ആരടാ എനിക്ക് സമയം തരാൻ? കെട്ടഴിച്ചു നോക്ക്, അപ്പൊ കാണിച്ചതാ ഞാൻ ആരാണെന്ന്. ഈ പഴയ സിനിമ ഡയലോഗ് ഒന്നും എന്നോട് പറയരുത്. ആ, പുതിയതായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറ. ബോയ്സ്, ഇവര് രണ്ടുപേരുടെയും ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യൂ. ബ്ലഡ് സാമ്പിളോ? ബ്ലഡ് സാമ്പിളോ? ബ്ലഡ് സാമ്പിളോ? എന്തിനാ ബോസ്? വേണ്ട. ഏയ്, ബബ്ലി. ആ, വേണ്ട. ഏയ്, എടാ, ഞങ്ങളെ വിട്ടേക്ക്. ഒന്നും ചെയ്യരുത്. അവളെ വെറുതെ വിട്. ഒന്നും ചെയ്യരുത്. വേണ്ട, വേണ്ട. വേണ്ട, പറഞ്ഞില്ലേ? വേണ്ട. പറഞ്ഞേക്ക്. വേണ്ട. എന്താടാ? എന്തു പറ്റി? ബോസ്, നമ്മൾ പിടിച്ചു വെച്ചിരുന്ന വേദ എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്താ ബോസ് ഇത്? ഡാ, കൃത്യസമയത്തായിരുന്നു തന്റെ എൻട്രി. ഇവനെയാണോടെ ബോസ് എന്ന് വിളിക്കുന്നത്? ഇതിലും ഭേദം പോയി തൂങ്ങി ചാവിടെ. ബോസ് അത്രേ. സിമ്രന് സ്ലിം ഡ്രസ്സിൽ വന്നിരിക്കുകയാണോ? നീ ആ അടുക്കളക്കാരി അല്ലേടി? നീ വിഴുങ്ങുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എടാ ദ്രോഹി, നീ ഞങ്ങളോടൊക്കെ വിശ്വാസം വഞ്ചനയല്ലടാ കാണിച്ചത്. എടാ, ശബ്ദം ഉണ്ടാക്കാതെ മിണ്ടാതിരി. ഓക്കേ ബോസ്. താൻ ഏത് ഡോക്ടറാ? ഇവനാണോ ഡോക്ടർ? പട്ടി പിടിക്കുന്നവൻ. ഇത്ര ദിവസം ഒരേ ഒരുത്തിയെ നിങ്ങൾ 3 പേരുണ്ടായിട്ടും അവളെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ പിടിച്ചു വെച്ച പെണ്ണ് എസ്കേപ്പ് ആയെന്നാണോ ഒന്ന് പറയുന്നത്? അല്ല ബോസേ, അവൾക്ക് അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വർക്കൗട്ട് ആവുന്നില്ല ബോസേ. പക്ഷെ അവൾക്ക് പെട്ടെന്ന് ബോധം തെളിഞ്ഞു. നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് അവൾ ഓടിപ്പോയി ബോസേ. Idiot! നിങ്ങളെല്ലാം വിശ്വസിച്ച് ഞാൻ വന്നില്ലേ? എന്നെ വേണം പറയാൻ. അവള് രക്ഷപ്പെട്ട് ഇവിടെ എവിടേക്കെങ്കിലും ഓടിയിട്ടുണ്ടാവും. വാ, വേഗം വാ. ഡാ, ഡാ, ഡാ. ബോസേ, Bloody idiot, ആ Rocky. പട്ടിപ്പിടുത്തക്കാരാ. എടാ, വേദ എവിടെയാ? അഴിച്ച് വിടറാ. എടാ. ഇവിടെ നിക്കണം. വണ്ടി ഞാൻ ഓടിക്കാം. കേറ്. ബോസ്, എന്താടാ? ബോസ്, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞെന്നാ? എന്റെ അടുത്ത് നിങ്ങൾ എന്താ പറഞ്ഞപ്പോ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്? എനിക്ക് വണ്ടി എടുക്കണം. വഴിന്ന് മാറിയില്ലടാ. ബോസ്, ഈ മടിയനെ ഞാൻ മാനേജർ ആണെന്നാ വിചാരിച്ചോണ്ടിരുന്നത്. നിങ്ങളിപ്പോ പെട്ടെന്ന് ഇവനെ ഡോക്ടർ ആണെന്ന് പറയുന്നു. അല്ലടാ, ഇവൻ ഡോക്ടർ, ഇവൻ വാർഡ് ബോയ്, ഇത് നേഴ്സ്. അതിനെന്താ? ഇവര് വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പെമ്പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു കൊണ്ടുവന്നു. നിധിക്ക് വേണ്ടി മാത്രം വെറുതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ കൊണ്ടുപോകാനാ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ നിങ്ങളുടെ ജീവൻ തന്നെ പോകുന്ന പോലെ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുക. എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതെല്ലാം പറയാ. ഇപ്പൊ സമയമില്ല. വണ്ടി എടുക്കാൻ പോകുന്നില്ലയോ? ഏയ്, നിങ്ങൾ ഈ കളിക്കുന്നത് എന്നോടല്ലേ? ആ വേദ ഇപ്പൊ എവിടെയുള്ളത്? അവള് രക്ഷപ്പെട്ട് ഓടിയെന്ന് നീയും കേട്ടില്ലേ? ഏയ്, പറഞ്ഞിട്ട് പോടാ. എന്താ ചെയ്ത? എന്താ ചെയ്ത? എന്താണ് ചെയ്ത? നിങ്ങൾ എല്ലാവരെയും പോലീസിൽ പിടിച്ച് കൊടുക്കോടാ ഞാൻ. വലിച്ചോണ്ട് പോടാ ഇവനെ. എന്നെ അടിക്കാൻ മാത്രം ആയോടാ നീ? നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു കണ്ടോടാ. എടാ, ഇവനെ കൊണ്ടുപോയി അവരെ കൂടെ കെട്ടിവെക്കടാ. യെസ് ബോസ്. എടാ, എന്നെ തന്നെ അടിക്കാൻ വരുന്നോ നീ? വാടാ, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? വാ, വാടാ. വരാൻ. നിന്നെ ഞാൻ അത്രയ്ക്ക് അഹങ്കാരായ കെട്ടിവെക്കാൻ ഇവിടെ. കെട്ട്, കെട്ടിയിട്ട് ഇവനെ. മര്യാദക്ക് നിൽക്കണം അവിടെ. ഇവന്മാര് 3 പേരെയും പിന്നെ വന്നിട്ട് നമുക്ക് ചോദ്യം ചെയ്യാം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ പെണ്ണിനെ പിടിക്കണം. വരണടാ. ദാമു, ബോസ്, ശോഭിതേ, നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് ഇവരെ വാച്ച് ചെയ്യൂ. Okay, വരൂ. എടാ, മര്യാദയ്ക്ക് പറഞ്ഞോ. അവളെ വേദ എങ്ങനെ എവിടെയാന്ന് പറഞ്ഞോ. പറഞ്ഞിട്ട് പോടാ. ദോ. വണ്ടി എടുക്കടാ. ഹേയ്, രാക്കി, നീ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ നിനക്ക് പണമാണല്ലേ വലുത്.
മര്യാദയ്ക്ക് പറഞ്ഞു, എന്റെ വേദന നീ എന്താ ചെയ്തേ? പറയടാ. ആ പന്നിയുടെ മോനെ, എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ഇതാണോടാ എൻജോയ്മെന്റ്? കണ്ടോടാ, പണി ഇപ്പൊ നിനക്കും കിട്ടിയില്ലേ? ആദ്യം ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒന്ന് പോടി. അവളുടെ അടുക്കള ഭരണം പോലെ നീയും ഞങ്ങളെ ഭരിക്കാൻ വരികയാണോ? സ്റ്റുപ്പിഡ്. ആ എന്തായാലും വന്നില്ലേ, ഒന്ന് ചൊറിഞ്ഞു വന്നിട്ട് പോ. Cool. I'm a good boy. ബഹളം ഉണ്ടാക്കാതെ മര്യാദക്ക് നിന്നോ. എടാ നീ കാരണം കണ്ടവളൊക്കെ വന്ന് മേയുന്നത് കണ്ടില്ലേടാ നീ? ഇവിടെ ഒന്നും ഇല്ലല്ലോടാ. എടോ ഡോക്ടറെ, ഇവിടെ നിൽക്കാതെ റിപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് വന്നല്ലേ നീ? ഞാൻ വിചാരിക്കുന്നത് അവൾ അധികം ദൂരം പോകാൻ വഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും കാണണം, അന്വേഷിക്കേ. നീ അങ്ങോട്ട് പോ. വാടാ. യെസ് ബോസ്. ഹലോ, നിന്നെ തന്നെയാ. ഇങ്ങോട്ട് വാ. ഞാനോ? എന്താടാ? കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വാ. എന്ത്? ഞാനിപ്പോ വേറൊന്നും ചോദിച്ചില്ലല്ലോ. കുടിക്കാൻ വെള്ളമല്ലേ ചോദിച്ചേ? എന്ത് ചെയ്യാനാ? എന്താടി ഇങ്ങനൊക്കെ നോക്കുന്നേ? ഹേയ് ഇഞ്ചു, ഹേയ് താഴെ നോക്ക്, താഴെ നോക്ക്. നീ ചോദിക്ക്. ഓക്കേ. നാഗകന്യക. ഹലോ, എന്താ? ഇവിടെ വന്നേ. എന്താ? ഇങ്ങോട്ട് വാ. ദാമു, എന്താ? അയ്യേ, ശരി ശരി, വാ. ഹേയ് ബബ്ലു, ഓ ബബ്ലി, ബബ്ലി, നിനക്കും മുള്ളണോന്ന് പറയടി. നിങ്ങൾ ചോദിക്ക്. ചോദിക്ക്, ചോദിക്ക്. ഹലോ. ഹലോ, എനിക്കും കൂടി പോണം. സബിത, പോയിട്ടോ. ആദ്യം അവളെ കൂട്ടിട്ട് പോവാം, പിന്നെ അത് കഴിഞ്ഞ് നിന്നെ. ചേട്ടാ പോകേട്ടാ, അർജന്റ് ആയതുകൊണ്ടല്ലേ പറയുന്നത്. കൊണ്ടുപോ. ഓ നാശം. ഈ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. വാ. നടക്ക്. അയ്യോ, സ്വപ്നായിരുന്നു. നടക്കങ്ങോട്ട്. അശ്ശോ, അവര് രണ്ടുപേരെയും അകത്തിടാന്ന് വെച്ചപ്പോ മിസ്സായി പോയി. ശോഭിത, ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ നിക്കട്ടെ. എന്തു പറയുന്നു? ചിലപ്പോ രക്ഷപ്പെട്ടു പോയാലോ? ലോക്ക് ഇട്ടിരിക്കല്ലേ, വെളിയെ പോണമെങ്കിൽ താഴെ തന്നെ വരണം. ശരി, നമുക്ക് പോവാം. വാ. അയ്യോ, അവർ നമ്മളെ ലോക്ക് ചെയ്തു പോയി. അതെയോ?
കാർത്തി, കാർത്തി, ആ എന്തു പറ്റി? അവർ ഞങ്ങളെ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയി കളഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യാ? ഓ ഷിറ്റ്. ഓയ്, അവർ രണ്ടുപേരും എവിടെ? അവരെന്തിനാ അവിടെ തന്നെ വിട്ടിട്ട് വന്നേ? അവർക്ക് രണ്ടുപേർക്കും ബാത്റൂമിൽ എപ്പോഴും പോകാൻ തോന്നിയാലോ. പാവം, ഇവിടെ ഇരുന്ന ഇവിടെ തന്നെ പോകും പോലും. അതുകൊണ്ടാ അവരെ മുറിക്കകത്ത് പൂട്ടിയത്. നിനക്കെന്താ പ്രശ്നം? ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാ കഷ്ടം. ആ അവര് രക്ഷപ്പെട്ടാലോ, അതുകൊണ്ട് പറഞ്ഞതാ നാഗകന്യകെ. അവരെന്നല്ല, നിങ്ങൾ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ബോസ്, ബോസ്, അവളെ കിട്ടിയോ? ബോസ്, അവൾ ഇവിടെ ഒരിടത്തും ഇല്ല. ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ ഇത്ര പോലും എല്ലാം വേസ്റ്റ് ആടാ. ഞാൻ പറഞ്ഞേ കേട്ടോ നിങ്ങള്? 3 പെൺകുട്ടികളെ കിട്ടിയെന്ന് ഞാൻ ബോസിനോട് പറഞ്ഞു പോയല്ലോ. അദ്ദേഹം എന്നെ വെറുതെ വിടില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എക്സ്ക്യൂസ് മീ സർ, മെയിൽ ഫ്രം ഗലിബിലി ഹോം സ്റ്റേ. ബോസ്, റെഡ് ഹിൽസ് ഹോം സ്റ്റേയിൽ നിന്നും ബ്ലഡ് വന്നിട്ടുണ്ട് ബോസ്. അതിൽ 2 പേരിൽ ഒരാൾക്ക് മാത്രം ഓക്കെ ആയിട്ടുണ്ട് ബോസ്. എന്ത്? ഒന്നും വേസ്റ്റ് ആകാൻ പോകുന്നില്ല. ഫിനിഷ്. സെക്രട്ടറി, ഈ മെയിലെല്ലാം വിജയ്ക്കൊന്ന് ഫോർവേഡ് ചെയ്യൂ. വേറെന്തെങ്കിലും ഒരു ഐഡിയ കാണണം. ഓ, ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. ഓയ്. ഏയ്, ഏയ്. ഏയ്. ഹലോ, ഹലോ. ആ, നിങ്ങളെയല്ല, അയാളെ. നിന്നെയാ. നിങ്ങള് തന്നെയാ ബോസേ. വരൂ ബോസേ. ഇവനെയൊക്കെ ബോസ് എന്ന് വിളിക്കേണ്ട ഗതികേട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശന്നാ പുലി പുല്ലും തിന്നണ്ടേ. എന്താടാ, നിനക്ക് ഒന്നിനു പോണോ? ആഹാ. എന്താടാ ഇവൻ എന്തായി പറയുന്നേ? പറയടാ. എന്താടാ? എന്തൊരു നാറ്റ. അവള് നിന്റെ ആരായിട്ട് വരും? അവളെ പറ്റി ചോദിക്കാൻ നീ ആരാ? സംസാരിക്കുമ്പോഴേ കത്തിയെടുത്തത് കൊണ്ട് ചോദിച്ചതാ. പേടിയാവുന്നു. ഭയമുള്ളോണ്ടല്ലേ കത്തി വെച്ചോണ്ടിരിക്കുന്നേ? കത്തി കൊണ്ടാണോ ഇവന്മാരൊക്കെ ജനിച്ചത്? എടേ, പേടിപ്പിക്കാനാണ് കത്തിയെങ്കിൽ ഓക്കെ, ബ്ലഡ് എടുക്കാനും കത്തിയാണോടാ ഉപയോഗിക്കുക? എനിക്കിപ്പോ മനസ്സിലായടാ, നീയൊക്കെ വെറും ഡമ്മി ഡോക്ടർ അല്ലടാ. ഏയ്, നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്? ദാമു, ഇവനെ കൊണ്ടുപോയി ആ ഇരുട്ട് മുറിയിൽ അങ്ങനെ അടച്ചു വെക്ക. അതെ, കഴിക്കാൻ വല്ലതും കിട്ടുമോന്ന് ചോദിക്കാൻ നോക്കിയതാ. പക്ഷെ ടോപ്പിക് ചേഞ്ച് ആയി വേറെ എവിടേക്കോ എത്തിപ്പോയതാ. പ്ലീസ്, വിശന്നിട്ട് വയ്യ, വല്ലതും കഴിക്കാൻ തരുവോ? നീ എന്താണ് ഇവിടെ വിരുന്നിന് വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്? പിസയും ബർഗറുമാണോ ചോദിച്ചത്? അടുക്കളയിൽ വല്ലതും കഴിക്കാൻ ഇരിപ്പുണ്ടാവും. വല്ലതും കഴിച്ച് ജീവിച്ചോട്ടെ. ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തല്ലാൻ പറ്റൂ. ഞങ്ങൾക്കും ഫുഡ് വേണം. ഏയ്, അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? അവര് പറയുന്ന ഫുഡ് പോയി എടുത്തിട്ട് വാ. ഓടാ. നിർത്ത്. ദാമു, ഇവന്മാർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവര് രണ്ടുപേരും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോ, അടുക്കളയിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് നോക്കിട്ട് വാ. എന്തുവാ മാഡം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്? പിസയും ബർഗറുമാണോ? അതിനിവിടെ അതൊന്നും കിട്ടില്ലല്ലോ. ചുമ്മാ കളി പറഞ്ഞതാ. ഓർത്തു കളയും.
ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല, അവിടെ ഒന്നുമില്ല. എന്തേ അവിടെ ഒന്നും കിട്ടിയില്ലേ? ഡാ, വായടിച്ചിരിക്കാനല്ലേ പറഞ്ഞത്? ദാമു, നീ ഇവിടെ നിക്ക്, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിട്ട് വരാം. ഓക്കെ. തുണയ്ക്ക് നിനക്കും ഒന്ന് പോയിക്കൂടെ? ഒരു സഹായമല്ലേ? കള്ളൻ. എനിക്കും കുടിക്കാൻ വെള്ളം വേണം. നിന്റെ മോന്തയ്ക്ക് വെള്ളം വേണോ അല്ലടാ? വെള്ളത്തിന്റെ ബോട്ടിൽ ഇവിടെയാണല്ലോ ഇരുന്നത്, ഇപ്പൊ അവിടെ പോയി. എടോ, ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇവിടെ തന്നെയാണോ വെച്ചത്? ആ ദേ ഇരിക്കുന്നു. ഇതിലൊന്നുമില്ലല്ലോ, പോയി എടുത്തിട്ട് വരാം. ആ ചെല്ല്. എടാ ബബ്ലു, സമയമില്ല, പെട്ടെന്ന് ചെയ്യ്, വേഗം. ഇഞ്ചു, ഇഞ്ചു, പെട്ടെന്ന് വാ. അവർ പുറത്തുനിന്ന് പൂട്ടി പോയിരിക്കുക. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ വലിച്ചു തുറന്നു നോക്ക്. ആ ഓക്കെ. വേഗം വേഗം ആവട്ടെ. ഡോർ വലിക്ക്. കാർത്തി, ഞങ്ങൾ തുറന്നു. എന്നാ പിന്നെ വേഗം വാ. ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ട് എന്നെ വിളിക്കാം. ഓക്കെ? നീ എന്താ അവിടെ നിൽക്കുന്നത്? കെട്ടഴിച്ചു വിട്. ഇഞ്ചു, ഒന്ന് വേഗം വാ. വേഗം വേഗം അഴിച്ചുവിട്, സമയമില്ല. വേഗം വേഗം വലിയ പ്രശ്നമാകും. വേഗം ആവട്ടെ. ഒന്ന് വേഗം അഴിച്ചുവിട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അഴിച്ചുവിട്. ഏയ് നീ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, അവൻ വന്നു. വേഗം ഓടിക്കോ, വേഗം വേഗം പോ. പോ 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 പോ. ബബ്ലി, നീ റൂമിലേക്ക് പോ. അയ്യോ അയ്യോ, വരുന്നു. എന്തോ സൗണ്ട് കേട്ട പോലെ ഉണ്ടല്ലോ. ഇവൻ എന്തിനാ ടെൻഷനായിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തോ ഉണ്ട്. എങ്ങോട്ടാ പോകുന്നേ? വെള്ളം തന്നിട്ട് പോ. നിന്നോടാ ചോദിച്ചേ. ഇങ്ങോട്ട് വേടാ. നിനക്കെന്താ വട്ടായോ? ആരും ഇല്ലല്ലോ. ഓ ഇഞ്ചു, ഇപ്പൊ എന്തിനാ വന്നേ? അവൻ കാണും. വേഗം അഴിച്ചോട്, വേഗം അഴിച്ചോട്. നോക്ക്, വേഗം അഴിക്കും. പൊയ്ക്കോ പൊയ്ക്കോ, അവൻ വരുന്നുണ്ട്. എന്താ, രക്ഷപ്പെടാൻ വല്ല ഉദ്ദേശമുണ്ടോ? പറയടാ. കുടിക്കാൻ കുറച്ച് വെള്ളം താടാ. ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ദീക്ഷര ഇതുവരെ വന്നില്ല. എന്ത്? ആ പെണ്ണ് ഇതുവരെ വന്നില്ലേ? വെള്ളം താടാ. വെള്ളം താടാ. എടാ, കുടിക്കാൻ വെള്ളം താടാ. എന്തോ രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പല്ലേ? ഒരു പെണ്ണ് എസ്കേപ്പ് ആയി. ആരാ ലോക്ക് ചെയ്ത്? ബബ്ലി, പെട്ടെന്ന് വാ. ആരും ലോക്ക് ചെയ്തു. ബബ്ലി, വേഗം വാ. വേഗം അഴിച്ചോണ്ട്. ആരുടെ വാതിലടച്ചത്? എനിക്കൊന്നും അറിയില്ല. കമോൺ കമോൺ കമോൺ. ആരാ ഈ കഥ ലോക്ക് ചെയ്ത്? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഒന്നും അറിയില്ല. ഇവിടെ ആരുമില്ല, വാ പോ. നീ എങ്ങോട്ടാ പോകുന്നേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം. ഓ, ഇവനൊക്കെ നശിപ്പിക്കുന്നല്ലോ. അവനെ വിട്ടേക്കടാ. അവൻ എവിടെ കിടന്ന് ചാവട്ടെ. കാർത്തി,
അവനാ എല്ലാത്തിനും കാരണം. പാടാ പോവാം. അവരുടെ കൈപ്പെട്ട നമ്മളെ കൊല്ലും. എങ്ങനെങ്കിലും തുറക്ക്. നിന്നെ പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്താ നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. വിശ്വസിച്ചടാ, എല്ലാരെക്കാളും നിന്നെ ഞാൻ വിശ്വസിച്ചു. അത് നീ മിസ്യൂസ് ചെയ്തു, അതും ഞാൻ മറന്നു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. കാർത്തി പറയുന്നത് കേക്ക്. അവരൊക്കെ വരും, വേഗം വരാൻ. അവന്മാരിപ്പോ ഇങ്ങ് വരും, വേഗം പോണോ. ഏയ്, വാ, പോ, വേഗം. വേഗം വാ. എടാ കാർത്തി, പേടിക്കണ്ട, വാ, ഇതിലേ പോ. വാ, വാ, വാ. എന്താ ബോസേ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ? ഇവരൊക്കെ എവിടെ? നമ്മൾ ആളുകൾ ആദ്യം കാണുന്നില്ലല്ലോ. Shit. അയ്യോ ബോസ് വന്ന് ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ എവിടെയാ? ദാ, എടാ, നീ ആദ്യം പോയി നോക്ക്. Yes, boss. നീ ഈ വഴിക്ക് പോ. ബോസ്. ദാമു, ശോഭിത, എന്ത് പറ്റി? എല്ലാരും എവിടെ പോയി? പൂട്ടിട്ടിട്ട് രക്ഷപ്പെട്ടു. ബോസിന്റെ അടുത്ത് പോവാം. എടാ ദാമു, ബോസ് എവിടെ? ബോസ് കെട്ടി വെച്ചിരുന്നവരൊക്കെ എവിടെ? നമ്മൾ കെട്ടിയിട്ട ആളുകളെല്ലാം രക്ഷപ്പെട്ടു. അയ്യോ ഇവിടെ എന്താ സംഭവിച്ചേ? എങ്ങനെ രക്ഷപ്പെട്ടു? വിഡ്ഢികളെ, നിങ്ങളെ ഞാൻ വിശ്വസിച്ചല്ലോ. ഓരോരുത്തരും ഞാൻ പോയി അന്വേഷിക്കണോടാ. വെള്ളം കേട്ടു. വെള്ളം എടുക്കാൻ പോയപ്പോ അവരെല്ലാരും പോയി. വേറെ ആരോ എന്നെ തള്ളി ലോക്ക് ചെയ്തിട്ട് പോയി. ഇത് പറയാൻ നിനക്ക് നാണമില്ലടാ. എത്ര തെളിച്ച് പറഞ്ഞതാ, എല്ലാം നാശമാക്കിയല്ലടാ. നിന്നെ വിശ്വസിച്ചല്ലടാ ഞാൻ പോയത്. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും അവരെ? ആരെങ്കിലും ഒരാൾ പോലീസിന്റെ അടുത്തേക്ക് ചെന്നാ? ഇവരൊക്കെ എവിടെയാ പോയത്? മേളിൽ പോയി നോക്കാം. അമ്മേ, ആ വാതിലിന്റെ അടുത്ത് പോയി കാവലിരി. യെസ് ബോസ്. നീ ആ വാതിലിന്റെ അടുത്ത് നായെ പോലെ ഇരിക്കണം അവിടെ. ശരി ബോസ്. ഇനി ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ഓക്കെ ബോസ്. അവരെല്ലാവരും ഇവിടെ തന്നെ എവിടെ ഉണ്ട്. വാടാ. രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. വാടാ പോവാം. വാടി. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ നീ? പറയടി. കൊണ്ടുപോയിടെ. രക്ഷപ്പെടാൻ ശ്രമിച്ച കൊന്നുകളെ ഞാൻ. കൊണ്ടുപോടാ ഇവളെ. എന്നൊന്നും ചെയ്യരുത്. എവിടെയും കാണുന്നില്ലല്ലോ. എടാ മച്ചാനെ, ഐ എം വെരി സോറിടാ. പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തില് ഞാൻ ഇങ്ങനെ ചെയ്തു. നാവടക്കടാ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അവസാനം മാപ്പെന്ന് പറഞ്ഞാ ഒക്കെ ശരിയാവോടാ. എടാ ബബ്ലു, മിണ്ടായിരിക്കെ. എങ്ങനെ മിണ്ടാതിരിക്കും കാർത്തി? പെണ്ണുങ്ങളെല്ലാം വിട്ടു കളഞ്ഞിട്ട് നീ പോന്ന് പറയുന്നില്ലേ? അവൻ ആരാ? അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെ ഇല്ലേ ഇവൻ? ഇവൻ എങ്ങനെയുണ്ട്? വഴക്കുണ്ടാക്കാതെ വേദ അന്വേഷിച്ച് കണ്ടുപിടിക്കാം.
വേദ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളെ ഹോം സ്റ്റേയിൽ എത്താൻ സാധ്യതയുണ്ട്. നമ്മൾ അവിടുന്ന് വരാൻ പാടില്ലായിരുന്നു. നമ്മൾ അവിടെ തന്നെ ഇരിക്കായിരുന്നെങ്കിലേ അവരിന്നേരം നമ്മുടെ കഥ തീർത്തേനെ. എല്ലാം നീ മൂലമാ വന്നത്. ഈ rascal എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ പറയുന്നത് കേക്ക്. ഒന്നുമില്ല. ദേ, വണ്ടി വരുന്നു. ഇത് അവരുടെ വണ്ടിയാ. വാ, 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 വാ. വേഗം, വേഗം. വാ, 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 വാ. എന്നൊന്നും ചെയ്യരുത്. എന്നെ വിട്. Please, എന്നെ വിട്. വേദ ആ വണ്ടിയിലുണ്ട്. അതേടാ, ഇപ്പൊ എന്താ ചെയ്യാ? ലെറ്റ്സ് ഫോളോ ദി കാർ. കം ഫാസ്റ്റ്. എന്നെ വിട്. ആ, ഇറങ്ങടാ അവിടെ. എന്നൊന്നും ചെയ്യരുത്. എടീ, ശബ്ദം ഉണ്ടാക്കരുത്. ഡോ, ഡോക്ടറെ, എന്തായാലും ശരി, ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് ഇവിടെ ഓപ്പറേഷൻ ചെയ്യേ. വലിച്ചോണ്ട് പോവളെ. നടക്കാനാ പറഞ്ഞത്. ബോസ് ബോസ് വീട്ടിൽ കൊണ്ടുപോയ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ എത്തും. വാ സാർ നമുക്ക് പോവാം. അവരൊന്നും വരില്ല. അവര് പോലീസിനെ വിളിച്ചേ വരൂ. നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഓപ്പറേഷൻ ചെയ്യ്. ബോസ്, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ബോസേ. ജീവിതത്തിന് അപകടമായിരിക്കും ബോസേ. അവക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? ഇനി എന്താടാ വായി നോക്കി നിൽക്കുന്നത്? പോയി ഓപ്പറേഷൻ ചെയ്യ്. ഓടാ കൊരങ്ങേ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ വിളിക്കുന്നവരാരും പുറത്തു വരാൻ പാടില്ല. ബബ്ലു, വാടാ. ഓക്കേ. ഹേയ്, വരൂ അവര്. തീർച്ചയായിട്ടും വരും. വന്നേ തീരൂ. ഇത് പവർഫുൾ അനസ്തേഷ്യയാണ്. അവളുടെ കൈ മുറുകെ പിടിച്ചോ. വിടരുത്. ബബ്ലു, ആദ്യം അവനെ പിടിക്കേ. പിടിക്കണം അവിടെ. വേഗം പോടാ. എന്റെ അമ്മ. എടാ എടാ എടാ, നീ എന്നെ കുറിച്ച് എന്ത് കരുതിയടാ? കുട്ടികൾ, കൊച്ചു കുട്ടികളാടാ ഇവര്. ഇവരെ പിടിക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്. എടേ, 3 പേരെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഒരുത്തി ഇവിടെയുണ്ട്. ബാക്കി 2 ബോസ്, ഇവർക്കൊപ്പം ഹോം സ്റ്റേയിൽ കെട്ടിയിട്ടതായിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടു പോയി ബോസ്. അവിടെ ഒന്നും ചെയ്യരുത്. അവിടെ ഒന്നും ചെയ്യരുത്. ഇവള് നിന്റെ പെണ്ണാണോ? ഡോണ്ട് വറി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയോ, ഇത് 70ാമത്തെ പെണ്ണാ. എടേ, ഹലോ, എഴുന്നേക്കടി. രക്ഷപ്പെടാവുന്ന കരുതിയല്ലേ? അവിടെ അടിച്ചാൽ ഇവിടെ വേദനിക്കുന്നു അല്ലേ? കൊന്നുകളയും ഞാൻ. ഓരോന്നിനെയും കൊന്നുകളയും ഞാൻ. ഇങ്ങോട്ട് അടങ്ങി നിക്കടിയൂടെ. വേഗം പറയടി, എവിടെ? അവരുടെ 2 പേരുടെ പേരെന്താണ്?
എന്താടി മിണ്ടാട്ട് നിൽക്കണോ? പറയടി. വായി തുറക്കരുത്. നീ പറയും. നിന്റെ ഫ്രണ്ട്സിന്റെ പേരെന്താണ്? ഇഞ്ചറ ബബ്ലി. എടി വിളിക്കടി അവരെ. ഉറക്ക ശബ്ദത്തിൽ വിളിക്കടി അവരെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവള് വിളിക്കുമ്പോ നിങ്ങൾ ഇവിടെ തന്നെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനെ എല്ലാത്തിനും കൊന്നുകളയും. ഞങ്ങൾ ചത്താലും സാരമില്ല. നിങ്ങൾ എല്ലാവരും പെണ്ണുങ്ങൾക്ക് വേണ്ടി മരിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇവിടെ. എടി നിന്റെ പേരെന്താടി? ചോദിച്ചത് കേട്ടില്ലേ? ഏതാ? ഇഞ്ചറ ബബ്ലേ. നിങ്ങളുടെ ലവേഴ്സ് എല്ലാം മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വേദയെ കൊന്നുകളയും. അവളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ മഹാവൃത്തികെട്ടവനും കൊള്ളക്കാരനുമാണെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മഹാവൃത്തികെട്ടവനായി മാറേണ്ടി വരും. എനിക്ക് നിങ്ങളുടെ ഗർഭപാത്രമാണ് ആവശ്യം. എനിക്ക് നിങ്ങളുടെ കിഡ്നിയും വേണം. നിങ്ങളായിട്ടത് ദാനം ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ അവരെല്ലാവരെയും കൊന്നുകളയും. മനസ്സിലായോ? വേണ്ട, സമ്മതിക്കരുത്. ഞങ്ങൾ സമ്മതിക്കുന്നു. ധൃതി വെക്കില്ലേ? ഞങ്ങൾക്ക് അവരുടെ ജീവനാ വലുത്. ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പറഞ്ഞത് കേട്ടോ? ഇവര് കൊടുക്കരുതെന്ന് പറയുന്നു, അവര് കൊടുക്കാന്ന് പറയുന്നു. ഹേയ് ഡോക്ടർ. യെസ് ബാസ്. ഇത് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് തന്നെ എടുക്കണം. ഓപ്പറേഷൻ ചെയ്യാൻ റെഡി ആക്കിക്കോ. എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഡംകി ഡമർ പ്രോജക്റ്റോ? എന്താ ഇത്? ആ വീഡിയോ മെസ്സേജ് ഓൺ ചെയ്യേ. എന്താ സംഭവിച്ചത്? 3 പെണ്ണുങ്ങളുടെ ബ്ലഡ് സാമ്പിൾ ചോദിച്ചിരുന്നല്ലോ. എന്താണ് ഇത്ര താമസം ഇതിന്? നിങ്ങൾ എന്തിനാ ഇത്ര ഡിലേ ചെയ്യുന്നത്? നിന്റെ കൺട്രോളിലുള്ള ഹോം സ്റ്റേയിലുള്ള പെണ്ണുങ്ങളെ നിന്നെ കൊണ്ട് തന്നെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ജെ? ഒരു യൂട്രസ് ഇല്ലീഗലായിട്ട് ബിസിനസ് ചെയ്യുന്നത് എത്ര കഷ്ടമാണെന്ന് നിനക്ക് അറിയോ ജെ? യൂട്രസ്? കൂൾ വിജയ്, കൂൾ. My foot. Uterus? What rubbish is going on? ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നീ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുന്നു. വിജയ്, are you mad? ഏയ്, ഇവളുടെ യൂട്രസ് എടുത്തേക്ക്. എനിക്ക് എപ്പോഴും ഒന്നും വേസ്റ്റ് ആവാൻ പാടില്ല. അലക്സിനാണ് ഞാനിപ്പോൾ വീഡിയോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ജെ, നീ സംസാരിക്കുന്ന ഒട്ടും ശരിയല്ല. നീ ഇതുപോലെ ഡിലേ ചെയ്യുകയാണെങ്കിൽ വേൾഡ് വൈഡിലുള്ള നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരുവാണ്.
സ്റ്റോപ്പ് ഇറ്റ് വിജയ്. ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ ആൾക്കാർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷത്രിയെയും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. റിലാക്സ്. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ബ്ലഡ് സാമ്പിൾസ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ലൈഫ് ഉണ്ടല്ലോ ദി എൻഡ് ആയിരിക്കും. കണ്ടില്ലേ എന്തൊക്കെയാ നടക്കുന്നെന്ന്? അതേടാ മച്ചാനെ. ഇനി ഇവിടെ നിൽക്കണ്ട. ഈ ഉമ്മാർ എഴുന്നേക്കുന്നതിന് മുമ്പേ നമ്മൾ രക്ഷപ്പെടണം. വേഗം വന്നേ. എടി ബബ്ലി, ദേ അവരുടെ കാറ് കിടപ്പുണ്ട്. നമുക്ക് ആ കാറും എടുത്ത് പോവാം. പോ. ആദ്യം ഈ ക്രൈമിനെ കുറിച്ച് പോലീസിൽ ഇൻഫോം ചെയ്യാം. സോറി മച്ചാനെ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അത് സാരമില്ലടാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്നോടും സോറി കേട്ടോ. എന്നാ പിടിച്ചോ. കാർത്തി നിന്നെന്ന് വെച്ചാ എനിക്ക് എല്ലാം അറിയാം. വണ്ടി കയറ്. ഒരു ലവേഴ്സ് ഒന്നിക്കാൻ എന്തൊക്കെ പെടാ പാടുകളാ. പാർട്ടി എന്ന് പറഞ്ഞ നീ വീട്ടിലോട്ടങ്ങാൻ വാ. ഡോണ്ട് വറി ബബ്ലു, എന്റെ ലവ് സക്സസ്ഫുൾ പാർട്ടി ഈ വീക്കെൻഡിൽ വെക്കാം. വീണ്ടും വീക്കെൻഡ് പാർട്ടിയോ? ഈ പടം നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ വീക്കെൻഡ് പാർട്ടി ആഘോഷിക്കാൻ പോകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പാർട്ടിക്ക് പോകുമ്പോ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ.